നമസ്കാരം. കേരളത്തിന്റെ നമ്പർ 1 സ്ഥാപനങ്ങളിൽ ഒന്നാണ് സർക്കാർ ആശുപത്രികളെന്നും കേരളത്തിലെ ആരോഗ്യ മേഖലയാണ് മറ്റേതൊരു നാടിനേക്കാളും മുന്നിലെന്നും നായികയ്ക്ക് 40 വട്ടം ആവർത്തിച്ച് പറയുന്നവരാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ഉൾപ്പെടെയുള്ള മന്ത്രിപരിവാരങ്ങൾ. എന്നാൽ പാവപ്പെട്ടവരടക്കം ആശ്വാസമാകേണ്ടുന്ന സർക്കാർ ആശുപത്രികളെ ഇന്ന് ജനം ഭയത്തോടെയാണ് കാണുന്നത്. സർക്കാർ മതിയായ തുക നൽകാത്തതും അതേപോലെ തന്നെ കൃത്യമായ കൃത്യനിർവഹണം ചെയ്യാത്ത ഉദ്യോഗസ്ഥരുമെല്ലാം ഈ ഭയത്തിന് കാരണക്കാരാകുന്നുണ്ട്. ഇപ്പോഴിതാ ഹർഷനയ്ക്ക് സംഭവിച്ച അതേപോലൊരു സംഭവം ഒരാൾക്ക് കൂടെ നടന്നിരിക്കുന്നു. അതായത് ബൈപ്പാസ് ശസ്ത്രക്രിയക്കിടെ അജ്ഞാത വസ്തു കുടുങ്ങിയതായി പരാതി ഉയർന്നിരിക്കുകയാണ്. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നു. അത്തോളി ചീക്കിലോട് കോറോത്ത് അശോകനാണ് പരാതി നൽകിയത്. നെഞ്ചുവേദനയെ തുടർന്ന് 2018 ഓഗസ്റ്റിൽ 60കാരനായ അശോകൻ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ബൈപ്പാസ് ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി വിധേയനാകുന്നു. ആശുപത്രി വിട്ടിട്ടും മുറിവ് ഉണങ്ങാതെ രക്തവും പഴുപ്പും പുറത്തു വരുന്നു. പലതവണ ഇത് പറഞ്ഞ് മെഡിക്കൽ കോളേജിൽ എത്തിയെങ്കിലും ഫലമൊന്നും ഉണ്ടായിരുന്നില്ല. തുടർന്ന് ഉള്ളിയേരിയിലെ ആശുപത്രിയിലെത്തി സ്കാൻ ചെയ്യാൻ നിർദ്ദേശിക്കുകയായിരുന്നു. സ്കാനിങ്ങിൽ ഹൃദയത്തിന് താഴെയായി ബാഹ്യവസ്തു കിടക്കുന്നത് കണ്ടെത്തുകയും ചെയ്തു. തുടർന്ന് കഴിഞ്ഞ മാസം ശസ്ത്രക്രിയ നടത്തി വസ്തു പുറത്തെടുത്തു. ഇതിന് പിന്നാലെ മുറിവ് ഉണങ്ങിയെന്ന് അശോകൻ പറയുന്നു. എങ്കിലും 5 വർഷം അനുഭവിച്ച ദുരിതത്തിന് ഇതോടെ വിരാമമായി. എങ്കിലും സർക്കാർ ആശുപത്രി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരം അനാസ്ഥ കണ്ടില്ല എന്ന് നടിക്കാൻ സാധിക്കില്ല. കാരണം സർക്കാർ ആശുപത്രികളാണ് സാധാരണക്കാർക്ക് ഏക ആശ്രയം. അങ്ങനെ വരുമ്പോൾ അവർ ജീവൻ പണയം വെക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ ഈ കാര്യങ്ങളെല്ലാം സർക്കാർ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് നടപടിയെടുക്കേണ്ടതുണ്ട്. ഇതേ ആശുപത്രിയിൽ നടന്ന ശസ്ത്രക്രിയയിലായിരുന്നു ഹർഷന എന്ന യുവതിയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ കൃത്യമായ നടപടി സർക്കാർ കൈക്കൊള്ളേണ്ടിയിരിക്കുന്നു. എന്തായാലും സർക്കാർ ഡോക്ടർ വരുത്തിയിരിക്കുന്ന ഈ പാകപ്പിഴവ് കൊണ്ട് ഈ ഒരു വയോധികന് 5 വർഷമായി ജോലിക്ക് പോകാൻ സാധിച്ചില്ല എന്നും ശസ്ത്രക്രിയയ്ക്ക് 3.5 ലക്ഷം രൂപയോളം ചെലവായെന്നും സങ്കടം മുഖ്യമന്ത്രിയെ അറിയിച്ചിരിക്കുകയാണ് അദ്ദേഹം. വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി വേണമെന്നും നഷ്ടപരിഹാരം ലഭിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആവശ്യപ്പെട്ട പ്രകാരം അശോകനെ വിളിച്ചു വരുത്തി മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർ തെളിവെടുത്തു എന്നാണ് റിപ്പോർട്ട്. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സമർപ്പിക്കുമെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടി. പക്ഷേ ഇതിനും കൃത്യമായ നടപടി സർക്കാർ എടുക്കുമോ എന്നത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ്. ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ രാത്രി 7 മണിക്ക് DNA ന്യൂസിൽ ഉള്ളത് പറയാം.